ഹേയ്, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ന് 2026 ജനുവരി 14 ആയിക്കഴിഞ്ഞു. 2 ആഴ്ച മുമ്പ് പുതുവർഷം തുടങ്ങിയപ്പോൾ നമ്മളെടുത്ത തീരുമാനങ്ങളൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? പലരുടെയും ഡയറിയിൽ എഴുതി വെച്ച ലക്ഷ്യങ്ങളൊക്കെ പതുക്കെ പൊടിപിടിച്ച് തുടങ്ങിക്കാണും അല്ലേ? ജനുവരി 1 ആ ഒരു ആവേശം പലരിലും കുറഞ്ഞു തുടങ്ങുന്ന സമയമാണിത്. പക്ഷേ വിഷമിക്കേണ്ട, നമ്മൾ വൈകിയിട്ടില്ല. ഒരു മുസ്ലിം എന്ന നിലയിൽ ഓരോ ദിവസവും നമുക്ക് പുതിയ തുടക്കമാണ്. ഈ വർഷം ബാക്കിയുള്ള മാസങ്ങളെ ഏറ്റവും മനോഹരമാക്കാൻ, നമ്മുടെ ദുനിയാവും ആഖിറവും ഒരുപോലെ ഉഷാറാക്കാൻ സഹായിക്കുന്ന 26 ലളിതമായ നിയമങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇത് വെറും നിയമങ്ങളല്ല, നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് കൊണ്ടുവരാനുള്ള ചെറിയ വഴികളാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. ഈ 26 നിയമങ്ങളെ നമുക്ക് 5 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഭാഗം 1, നമ്മുടെ ശരീരം. നമ്മുടെ ശരീരം നമുക്ക് അള്ളാഹു നൽകിയ ഒരു നിധിയാണ്. അത് കാത്ത് സൂക്ഷിക്കുക. 30 മിനിറ്റെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് വ്യായാമം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി രാവിലെ എഴുന്നേറ്റാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. അത് ഇരുന്നു കൊണ്ട് സുന്നത്ത് പിൻപറ്റിക്കൊണ്ട് കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരുപാട് ജങ്ക് ഫുഡുകൾ, ഫാസ്റ്റ് ഫുഡുകൾ ഒഴിവാക്കുക. അത് നമ്മളെ ഭയങ്കര മടിയുള്ളവരാക്കി മാറ്റും. നമുക്ക് കൂടുതലായി ഉന്മേഷത്തോടെ ഒരു കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. കൂടുതലായിട്ട് ഭക്ഷണത്തിൽ പച്ചക്കറികൾ ഉൾപ്പെടുത്തുക, പ്രോട്ടീനുകൾ ഉൾപ്പെടുത്തുക. നമ്മുടെ ശരീരം നന്നായാൽ മാത്രമേ നമുക്ക് അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. രാത്രി വൈകി ഫോണ് നോക്കുന്നത് ഒഴിവാക്കുക. നേരത്തെ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. എങ്കിൽ മാത്രമേ സുബഹിക്ക് മുമ്പ് തഹജ്ജുദിന് നമുക്ക് എഴുന്നേൽക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ആ സമയത്താണ് ജീവിതത്തിലെ ബർക്കത്ത് അള്ളാഹു ചൊരിയുന്നത്. നമ്മൾ എന്നും എല്ലാ ദിവസവും കുറച്ച് വ്യായാമങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഈ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരമൊക്കെ ഒന്ന് ഉന്മേഷവാനാകും. നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഉത്സാഹമുണ്ടാകും. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര മടിയുള്ളവരായിരിക്കും. നമുക്ക് എന്നും ഫോൺ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ പുതിയതായിട്ടൊന്നും ചെയ്യാൻ വേണ്ടി തോന്നൂല. അതുകൊണ്ട് എന്നും വ്യായാമമുള്ളവരായി നമ്മുടെ ശരീരത്തെ അള്ളാഹു നൽകിയ ഒരു നിധിയായി കണ്ട് എപ്പോഴും ആരോഗ്യവാനായിരിക്കാൻ ശ്രദ്ധിക്കുക. ഭാഗം 2, മനസ്സിൽ എപ്പോഴും അനാവശ്യ ടെൻഷൻ ഇല്ലാതിരിക്കാൻ ഈ പറയുന്ന കാര്യങ്ങൾ സഹായിക്കും. രാവിലെ എഴുന്നേറ്റ ഉടനെ ഫോൺ നോക്കാതിരിക്കുക. പകരം രാവിലത്തെ ആ 1-2 മണിക്കൂർ നമ്മൾ അള്ളാഹുവിലേക്കുള്ള പ്രാർത്ഥനകൾക്കായിട്ട് മാറ്റിവെക്കുക. നമുക്കറിയുന്ന ദിക്റുകൾ, അദ്കാറുകൾ ഒക്കെ ചൊല്ലിയിട്ട് തഹജ്ജുദ് നിസ്കരിച്ച് സുബഹി നമസ്കരിച്ച് നമ്മൾ പടച്ചവനോടുള്ള ക്വാളിറ്റി ടൈമാണെന്ന് ഉറപ്പുവരുത്തി മുന്നോട്ട് പോവുക. ഖുർആനിലെ ഒരു പേജെങ്കിലും നമ്മൾ ഓതാൻ വേണ്ടി ശ്രമിക്കുക. അതല്ലെങ്കിൽ നമുക്ക് നന്മയുണ്ടാക്കുന്ന, നല്ല കാര്യങ്ങൾ അറിയുന്ന, പറഞ്ഞു തരുന്ന പുസ്തകങ്ങൾ വായിക്കുക. നമ്മളുടെ തിരക്കുകൾക്കിടയിലും നമ്മളുടെ പണികൾക്കിടയിലും സ്വലാത്ത് ദിക്ർ വർദ്ധിപ്പിക്കുക, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സമാധാനവും സന്തോഷവും അനുഭവപ്പെടും. നമുക്കറിയാത്ത പുതിയ അറിവുകൾ, നന്മയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ജീവിതത്തിൽ എത്ര തന്നെ അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും നമ്മളെപ്പോഴും പരാതി പറയുന്നവരാണ് കൂടുതലും. അതിനു പകരം അള്ളാഹു നമുക്ക് നൽകിയ നല്ല കാര്യങ്ങൾ, നല്ല കുടുംബം, ഭക്ഷണം, വസ്ത്രം, നമ്മളുടെ ആരോഗ്യം, എല്ലാത്തിനും ഓർത്തോർത്ത് നന്ദി പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഭാഗം 3, പണം. ബർക്കത്ത് ഉണ്ടാകാൻ പൈസ ചെലവാക്കുമ്പോഴും സൂക്ഷിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കയ്യിൽ കിട്ടുന്ന പണത്തിൽ ഒരു ചെറിയ ഭാഗം മാറ്റി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിൽ നിന്ന് പാവപ്പെട്ടവർക്ക് ഒരു വിഹിതം നൽകിയാൽ ആ പണത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകും.
അമിതമായ ചെലവ് കുറക്കുക. ആവശ്യമില്ലാത്ത ഡ്രസ്സുകൾ, സാധനങ്ങൾ വാങ്ങി പണം കളയരുത്. അള്ളാഹുവിന് ദൂർത്ത് ഇഷ്ടമല്ല. ഇനി കടയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഓൺലൈനിലോ ഒരു സാധനം കണ്ടാൽ അത് ഉടനെ വാങ്ങരുത്. 2 ദിവസം കഴിഞ്ഞിട്ടും അത് അത്യാവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങുക. പണം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഹലാലായ കാര്യങ്ങൾ പഠിച്ചെടുക്കുക. ഉദാഹരണത്തിന് കമ്പ്യൂട്ടർ, തുന്നൽ, അതുപോലെ ഹലാലായ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുക. ഭാഗം 4 ബന്ധങ്ങൾ. കുടുംബത്തോടും സുഹൃത്തുക്കളോടും പെരുമാറേണ്ട രീതി. തിരക്കിനിടയിൽ പഴയ കൂട്ടുകാരെയോ ബന്ധുക്കളെയോ വിളിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരാളെയെങ്കിലും വിളിച്ച് സുഖാന്വേഷണം ചോദിക്കുക. വീട്ടിലുള്ളവരോട് നമ്മൾ എന്നും ഫോൺ നോക്കിയിരിക്കാതെ കുറച്ചു നേരം എങ്കിലും സംസാരിക്കുക. അവരുടെ വിഷമങ്ങൾ കേൾക്കുക. മോശമായ കൂട്ടുകെട്ടുകളോ അല്ലെങ്കിൽ നമ്മുടെ സമയം കളയുന്ന പാർട്ടികളോ ഉണ്ടെങ്കിൽ അവിടെ പോകില്ലെന്ന് മാന്യമായി പറയാൻ വേണ്ടിയിട്ട് പഠിക്കുക. തെറ്റ് പറ്റിയാൽ ഞാൻ എന്തിന് സോറി പറയണം എന്ന അഹങ്കാരം ഒഴിവാക്കി പെട്ടെന്ന് ക്ഷമ ചോദിക്കുക. ഒരാൾക്ക് നല്ലൊരു ജോലി കിട്ടിയെന്നോ അല്ലെങ്കിൽ പുതിയ വീട് വെച്ചെന്നോ കേട്ടാൽ അസൂയപ്പെടാതെ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഭാഗം 5 വ്യക്തിത്വ വികസനം. നമ്മൾ നമ്മളെ തന്നെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക. ഇനി നല്ല കാര്യങ്ങൾ ചെയ്യാൻ പേടി തോന്നുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിൽ അർപ്പിച്ച് ധൈര്യമായിട്ട് ചെയ്യുക. മാസം പകുതിയാകുമ്പോൾ ഞാൻ എൻ്റെ നിസ്കാരവും ജോലികളും കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കുക. ഇനി മോശം ശീലങ്ങൾ ഉണ്ടെങ്കിൽ കള്ളം പറയുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പരിഹസിക്കുകയോ ചെയ്യുന്ന ശീലമുണ്ടെങ്കിൽ അത് ഓരോന്നായി മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. വെറുതെ ഫോൺ നോക്കിയിരിക്കാതെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നോക്കിയിരിക്കാതെ എന്തെങ്കിലും ഒന്ന് പുതിയ കാര്യങ്ങളായിട്ട് ചെയ്തു നോക്കുക. ഉദാഹരണത്തിന് ഒരു പുതിയ വിഭവം പാകം ചെയ്യുകയോ ചെറിയൊരു ചെടി നട്ടുപിടിപ്പിക്കുകയോ ചെയ്യുക. ഇനി ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരോടോ അള്ളാഹുവിനോടോ സഹായം ചോദിക്കാൻ മടിക്കരുത്. ഇനി അഭിമാനം തോന്നുന്ന നിമിഷങ്ങൾ. നമ്മൾ മാസാമാസം നമ്മൾ ചെയ്ത ഒരു നല്ല കാര്യമെങ്കിലും, ഉദാഹരണത്തിന് ഒരാളെ സഹായിച്ചത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു നന്മ ചെയ്തത് ഓർത്ത് വെക്കുക. ചുരുക്കത്തിൽ ഈ നിയമങ്ങളൊക്കെ നമ്മുടെ ജീവിതം കൂടുതൽ ചിട്ടയുള്ളതും അള്ളാഹുവിന് ഇഷ്ടമുള്ളതുമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ജനുവരി പകുതിയായി എന്ന് കരുതി ആരും നിരാശപ്പെടേണ്ട. ഇന്ന് തന്നെ ഇതിൽ നിന്ന് ഏതെങ്കിലും 5 കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങുക. അടുത്ത 1 മാസം ആകുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. അള്ളാഹു നമ്മുടെ സമയത്തിലും ജീവിതത്തിലും ബർക്കത്ത് നൽകട്ടെ. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് കൂടി ഇത് എത്തിക്കുക. ഇൻഷാ അള്ളാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.